ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആരാവണം എന്ന് ചോദിച്ചപ്പോൾ യക്ഷി എന്നായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഉത്തരം. അത് കേട്ട ക്ലാസ് മുഴുവൻ ചിരിച്ചപ്പോഴും ഉത്തരം പറഞ്ഞ ആ പെൺകുട്ടി ചിരിച്ചിരുന്നില്ല. ഉറക്കെ പടർന്ന് പൊട്ടിച്ചിരിക്ക് മുകളിൽ ചൂരൽ പായിച്ചുകൊണ്ട് ക്ലാസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ ടീച്ചറുടെ ചുണ്ടിലും കണ്ടു അടക്കിപ്പിടിച്ച ഒരു ചിരി. ആ വർഷത്തെ സ്കൂൾ മാഗസിനിൽ ഒരു കവിത വന്നിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു: പെണ്ണായി പിറക്കണം, ഇരുട്ടിൽ നടക്കണം, പൊട്ടിച്ചിരിക്കണം, തൊടുന്നോർ ഭയക്കണം, അടുക്കാൻ മടിക്കണം, ഭയം മറക്കണം, യക്ഷിയാകണം. ആ കവിത വായിച്ചവരാരും പിന്നീട് ചിരിച്ചു കണ്ടില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മളും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ പോലെയാണോ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചു നടക്കുമ്പോഴും ശാന്തമായിരിക്കുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ഭയത്തോടെയും വിഷമത്തോടെയും ആണോ ജീവിക്കുന്നത്? സ്ലിഹാകാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വായനകൾ ജീവിതത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ദൈവം ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നാം കാണുന്നത്. 1-ാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. അതിൽ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്നും, നമ്മുടെ മരുഭൂമി യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല, നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സന്തോഷമുള്ളവരാക്കാൻ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമാണ് ലഭിക്കുന്നത്. 2-ാമത്തെ വായന യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ഇവിടെ ദൈവം നിനവേ നിവാസികളോട് ക്ഷമിച്ചതിൽ യോനായ്ക്ക് കോപം തോന്നുകയാണ്. എന്നാൽ ദൈവം ഒരു ചെടിയുടെ ഉദാഹരണത്തിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിശാലതയാണ് യോനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പരാതികളും പരിഭവങ്ങളും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതായിരിക്കരുത് ജീവിതം എന്നും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് നിനവേക്കാരെ പോലെ അനുതപിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ ഈ വായന നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 3-ാമത്തെ വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ക്രിസ്തുവിനെ അറിയാത്തവർക്കിടയിൽ സുവിശേഷം എത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. ഓരോ ക്രൈസ്തവനും സുവിശേഷത്തിൻ്റെ സാക്ഷിയാണ്. ലഭിച്ച വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹായെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. 4-ാമത്തെ വായന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. ഇവിടെ ഈശോ ശിഷ്യന്മാർക്ക് സകല പിശാചുക്കളുടെയും മേൽ ശക്തിയും അധികാരവും നൽകുന്നതോടൊപ്പം സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഈശോ അവരെ അയക്കുകയാണ്. യേശു ശിഷ്യന്മാരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോഴും എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്നും യേശു അവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യം എടുത്തു കളയാനല്ല, നേരെ മറിച്ച് അവരെ കൂടുതൽ സ്വതന്ത്രരായി ജീവിക്കുവാൻ യേശു സഹായിക്കുകയും പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ ലോകത്തിൻ്റെ തിന്മകളെയും പൈശാചിക ശക്തികളെയും അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശയുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ 4 വായനകളും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മരുഭൂമി അനുഭവങ്ങളും പോരായ്മകളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മെ നയിക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും എന്താണെന്നും എങ്ങനെയാണ് ഈ ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടതെന്നും ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ അവിടുത്തെ സ്നേഹത്തെ പങ്കുവച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാനുള്ള ഉത്തരവാദിത്തമുള്ള ജീവിതമാണ് നമുക്കുള്ളത് എന്നും ഇന്നത്തെ വായനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ,
ഉത്തരവാദിത്തങ്ങളും കടമകളും ഭാരമാകുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുമ്പോഴാണ്. ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്ന് തോന്നുന്നവർക്ക് തൻ്റേതായിട്ടുള്ള കടമകൾ എപ്പോഴും കൂടെയുണ്ട്. ഒരു അപ്പൻ്റെ, അമ്മയുടെ, സഹോദരൻ്റെ, സഹോദരിയുടെ, മകൻ്റെ, മകളുടെ കടമകൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ കടമകളും ഉത്തരവാദിത്തങ്ങളും ദൈവനിയോഗത്തോട് ചേർത്ത് വെച്ച് അവിടുത്തെ വചനത്തിനനുസൃതമായി നിറവേറ്റാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ആയിരിക്കുവാനും ഭയത്തിൽ നിന്നും അകന്നു നിൽക്കുവാനും നമുക്ക് സാധിക്കും. നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന തിന്മയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ വാക്കുകൾ കൊണ്ടും മാത്രമല്ല ജീവിതം കൊണ്ടും മറ്റുള്ളവർക്ക് മുമ്പിൽ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ സന്തോഷത്തോടെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.